I declare him he unanimously elected as the President of the Bharatiya Janata Party Kerala unit. I congratulate him and under his leadership. സംസ്ഥാന ബിജെപിയെ നയിക്കാൻ ഇനി രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റായി ചുമതലയേറ്റു. ആശംസ നേർന്ന് കെ സുരേന്ദ്രനും നേതാക്കളും. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബിജെപി കേരളം പിടിക്കുമെന്ന് സുരേന്ദ്രൻ. കണ്ണൂരിൽ ബിജെപി പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്കും ജീവപര്യന്തം. ശിക്ഷിക്കപ്പെട്ടവരിൽ ടി.പി. കേസ് കുറ്റവാളി ടി.കെ. രജീഷും. സൂരജിനെ കൊന്നത് CPM വിട്ട് ബിജെപിയിൽ ചേർന്നതിന്. ആശമാർ സംസ്ഥാന വ്യാപകമായി കൂട്ട ഉപവാസത്തിൽ. നിരാഹാര സമരം 5ാം ദിവസത്തിൽ. ആശമാർക്ക് പിന്തുണയുമായി നേതാക്കൾ സമരവേദിയിൽ. ഫോൺ ചോർത്തലിൽ PV അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് പോലീസ്. ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. പോലീസ് നിലപാട് അറിയിച്ചത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ. കോഴിക്കോട് മുൻ ഭാര്യയ്ക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ പ്രതി ലഹരിക്കടിമ. 7 വർഷം മുൻപ് മകനെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്ന് ആക്രമണത്തിന് ഇരയായ പ്രവിശ്യയുടെ വാണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 4 പ്രാവശ്യം അല്ലെ 3 പ്രാവശ്യമൊക്കെ അല്ലേ വാണിംഗ്. ഇത് 5-8 പ്രാവശ്യം കേസ് കൊടുത്തിട്ടും വാണിംഗ് വിട്ട് അവനെ വിടുകയാണ് അവർ ചെയ്യുന്നത്. വാൽശ്ശേരി പോലീസിലാണ് ഞങ്ങളെ പരാതി. പോക്സോ കേസിൽ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവ് ഒളിവിൽ. നൌഷാദ് തോട്ടത്തിലിനെതിരെ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പ്രതിയുടെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയത് ഇന്നലെ. 12 വയസ്സുകാരിക്ക് മദ്യം നൽകി ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന കേസ്. പോലീസ് റിപ്പോർട്ട് ഞെട്ടിക്കുന്നുവെന്ന് കോടതി. കോട്ടയത്ത് വായ്പ അടയ്ക്കാൻ വൈകിയതിന് രോഗിയായ ഗൃഹനാഥനെ വീട്ടിൽ കയറി ആക്രമിച്ചു. പനമ്പാലം സ്വദേശി സുരേഷിന്റെ ഇടത് ചെവി തകർന്നു. സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ ബെൽ സ്റ്റാറിലെ ജീവനക്കാർക്കെതിരെ പരാതി. IPL-ൽ താരമായി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ. സ്വപ്നതുല്യ അരങ്ങേറ്റത്തിന്റെ സന്തോഷത്തിൽ കുടുംബം. വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെ മാച്ചിൽ ഇറങ്ങാൻ കഴിഞ്ഞ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. 3 വിക്കറ്റ് എടുത്തു. അപ്പോൾ ഇരട്ടി സന്തോഷമായി. മുഴുവൻ ഇരുന്ന് കണ്ടു. ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. BJP പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ ടി.കെ. രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജും ഉൾപ്പെടെയുള്ളവർക്കാണ് ജീവപര്യന്തം തടവ്. 11ാം പ്രതി പ്രദീപന് 3 വർഷം കഠിന തടവാണ് ശിക്ഷ. CPM വിട്ട് BJPയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സൂരജിനെ കൊലപ്പെടുത്തിയത്. BJP പ്രവർത്തകനായ മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജ് കൊല്ലപ്പെട്ട് 19 വർഷം പിന്നിടുമ്പോഴാണ് ശിക്ഷാവിധി. സൂരജിനെ വധിച്ച 2 മുതൽ 6 വരെ പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കാളികളായ 7 മുതൽ 9 വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം. പത്തായക്കുന്ന് കാരായന്റെവിട ടി.കെ. രജീഷ്, കാവുംഭാഗം പുതിയടത്ത് NV യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് K. ഷംജിത്ത്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ കൂത്തുപറമ്പ് നരവൂർ PM മനോരാജ്, പണിക്കന്റെ വിട V. പ്രഭാകരൻ, നെയ്യോത്ത് സജീവൻ, പുതുശ്ശേരി വീട്ടിൽ KV. പത്മനാഭൻ, രാധാകൃഷ്ണൻ എന്നിവർക്കാണ് ജീവപര്യന്തം. കേസിലെ 1ാം പ്രതി മുഴപ്പിലങ്ങാട് പള്ളിക്കൽ PK. ഷംസുദ്ദീൻ, 12ാം പ്രതി മക്രേരി കിലാലൂർ TP. രവീന്ദ്രൻ എന്നിവർ വിചാരണയ്ക്ക് മുൻപ് മരിച്ചിരുന്നു. എടക്കാട് കണ്ണവത്തിൻമൂല നാഗത്താൻകോട്ട പ്രകാശനെ കേസിൽ കോടതി വെറുതെ വിട്ടിരുന്നു. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയിൽ സന്തോഷമെന്ന പ്രോസിക്യൂഷൻ. വിധിയിൽ വളരെ സന്തോഷമുണ്ട്. 20 വർഷത്തെ നിയമപോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി. 2012-ൽ ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ അറസ്റ്റിലായ ടി.കെ. രജീഷ് നൽകിയ കുറ്റസമ്മതമൊഴി പ്രകാരം രജീഷിനെയും മനോരാജിനെയും കേസിൽ പ്രതികളാക്കി അനുബന്ധ കുറ്റപത്രം നൽകിയതാണ് കേസിലെ നിർണായക വഴിത്തിരിവായത്. 2005 ഓഗസ്റ്റ് 7-ന് മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ വെച്ചാണ് സൂരജ് കൊല്ലപ്പെട്ടത്. മഴു, വാൾ, കൊടുവാൾ എന്നിവ ഉപയോഗിച്ച്
വെട്ടിയും കുത്തിയും സൂരജിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. പോക്സോ കേസ് പ്രതിയായ പത്തനംതിട്ടയിലെ കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ നൌഷാദ് തോട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. നൌഷാദിന്റെ പ്രവൃത്തി അഭിഭാഷക ജോലിക്ക് അപമാനമാണെന്ന് വ്യക്തമാക്കിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. കഴിഞ്ഞ ഡിസംബർ 14-നാണ് 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ അഭിഭാഷകനായ പ്രതി നൌഷാദ് പത്തനംതിട്ട കോഴഞ്ചേരിയിലെ ഹോട്ടലിലെത്തിച്ച് മദ്യം നൽകി ലൈംഗികമായി അതിക്രമം നടത്തിയത്. ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ശേഷം പ്രതി ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിച്ചുവെന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി. ഈ ദൃശ്യങ്ങൾ കാണിച്ച് പലതവണ പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിരന്തരം പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആറന്മുള പോലീസ് കേസെടുത്തോടെയാണ് പ്രതി മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതിയുടെ നിരീക്ഷണത്തിൽ അഭിഭാഷകനായ പ്രതി നൌഷാദ് കുറ്റക്കാരനാണെന്നും പ്രതിയുടെ പ്രവൃത്തി അഭിഭാഷക ജോലിക്ക് തന്നെ അപമാനമാണെന്നും വ്യക്തമാക്കിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഇതോടെയാണ് പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കോഴിക്കോട് ചെറുവണ്ണൂരിൽ മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണത്തിൽ പരുക്കേറ്റ പ്രവിഷയെ ലഹരിക്കടിമയായ പ്രശാന്ത് മുൻപും നിരന്തരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് പ്രവിഷയുടെ അമ്മ. മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും പ്രശാന്തിനെതിരെ പലതവണ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും മുന്നറിയിപ്പ് നൽകുകയല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ലെന്നും അമ്മ പറയുന്നു. പൊള്ളലേറ്റ പ്രവിഷ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെറുവണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പ്രവിശയ്ക്കു നേരെയാണ് കഴിഞ്ഞ ദിവസം മുൻ ഭർത്താവിന്റെ ആസിഡ് ആക്രമണമുണ്ടായത്. കൂട്ടാലിയുടെ സ്വദേശിനി പ്രവിശയുടെ മുഖത്തും നെഞ്ചിലും ഗുരുതരമായി പൊള്ളലേറ്റു. തുടർന്ന് തിരിഞ്ഞോടിയപ്പോൾ പുറംഭാഗത്തും ആസിഡ് ഒഴിക്കുകയായിരുന്നു. സംഭവത്തിൽ മുൻ ഭർത്താവ് പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലഹരിക്കടിമയായ പ്രശാന്ത് മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിരുന്നതായും പ്രവിശയുടെ അമ്മ സ്മിത പറഞ്ഞു. കുറച്ചു കാലം മദ്യപിക്കാണ്ട് ചികിത്സയൊക്കെ ചെയ്ത് നിർത്തിയിരുന്നു. പിന്നെ 2 പ്രാവശ്യം അങ്ങനെ ചെയ്തതിനെ കൊണ്ട് ഇപ്പം വെറും മാനസിക രോഗികളെ പോലെ ആണ്. മകനെ പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു. മൂത്ത മകന പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ തട്ടി മാറ്റിയതിനെ കൊണ്ട് രക്ഷപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരും 2.5 വർഷം മുൻപാണ് വിവാഹമോചിതരായത്. തുടർന്ന് പല തവണ കൂടെ വരണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് പ്രവിശയെ സമീപിച്ചിരുന്നു. ഇതിന് തയ്യാറാവാത്തതാണ് വൈരാഗ്യത്തിന് കാരണം. പ്രവിശയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇയാൾ പ്രചരിപ്പിച്ചു. പ്രശാന്തിനെതിരെ പല തവണ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്ന് സ്മിത ആരോപിച്ചു. എപ്പോഴും പറയും എങ്ങനെയാണ് എൻ്റെ കൂടെ തിരിച്ചു വന്നില്ലെങ്കിൽ എല്ലാവരെയും ഓളെ മാത്രമല്ല അച്ഛനെയും അമ്മേനെയും ആങ്ങളേനെയും ഒക്കെ കൊല്ലും. പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്ത ബാലുശ്ശേരി സ്റ്റേഷനിലാണ്. ഞങ്ങളെ പരാതികൾ ഒരു 5-8 പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞങ്ങൾ പോയി പരാതി കൊടുക്കൂ, ഓനെ പിടിക്കൂ. ഞാളിങ് ഇറങ്ങുന്നേരം ഓനെയും ഇറക്കും. പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലെ ബേൺ യൂണിറ്റ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രവിശ. കഴുത്തിലും കണ്ണിലുമേറ്റ പൊള്ളൽ ഗുരുതരമാണ്. ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ടോ എന്നതറിയാനുള്ള പരിശോധനകളും തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമീപം വിൽപ്പനയ്ക്ക് എത്തിച്ച 2 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിലായി. പട്ടത്താനം സ്വദേശികളായ ആകാശ്, രതീഷ് കുമാർ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിലായത്. ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത്. ആകാശ് നേരത്തെ 10 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിയാണ്. കൊല്ലം അഞ്ചലിൽ നിന്ന് 1 കിലോഗ്രാമിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിലായിട്ടുണ്ട്. എക്സൈസിനെതിരെ വിമർശനവുമായി യു പ്രതിഭ MLA. ലഹരി കേസിൽ തെറ്റിദ്ധരിച്ച് ആരെയും കൊടുക്കരുതെന്നാണ് പ്രതിഭ പറഞ്ഞത്. പിന്നീട് അവരുടെ പേര് വലിച്ചിഴച്ച് സമൂഹത്തിൽ മോശപ്പെടുത്തുന്ന രീതിയുമുണ്ട്. അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണെന്നും യു പ്രതിഭ പറഞ്ഞു. പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ ശിക്ഷ നൽകണമെന്നും യു പ്രതിഭ ആവശ്യപ്പെട്ടു. പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം. നമ്മൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി, അതാരുമാവട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ പണിഷ്മെൻറ്റ് കൊടുക്കാൻ കഴിയും. അതിനുശേഷം പിന്നീട് പൊതുസമൂഹത്തിൽ അവരുടെ പേര് വലിച്ചഴച്ച് അവരെ മോശപ്പെടുത്തി ആ രീതി ശരിയല്ല. അത് ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടിയെയും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു യുവാവിനെയും ഒരു വ്യക്തിയെ ഒരു സ്ത്രീയെയും ചെയ്യാൻ പാടില്ല. പക്ഷേ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവരാ സ്വഭാവത്തിലുണ്ടെങ്കിൽ
അവരും ഈ സമൂഹത്തിൽ ഇപ്പോൾ കൊലക്കേസ് പ്രതിയെ വെറുതെ വിടുന്നുണ്ട് അല്ലേ? എന്താ കാര്യം? ജയിലിലിട്ട് മാനസാന്തരപ്പെടുത്തി ചിലപ്പോൾ മാറും. വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ട്. കൊല ചെയ്താൽ നമ്മൾ പറയും അവനെയും കൊല്ലണം എന്നൊക്കെ. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ നിയമത്തിൻ്റെ രീതി അതാണ്. മദ്യത്തിനോ മയക്കുമരുന്നിനോ തെറ്റായ ശീലങ്ങൾക്കോ അടിമപ്പെട്ടവരെ അവർക്ക് മാറാൻ ഒരുപാടുണ്ട്. കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കാൻ പോവുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന കൗൺസിലിൽ രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സംഘടനാ മിനിറ്റ്സ് കൈമാറി. കേരളത്തിന്റെ ചുമതലയുള്ള സംഘടനാ സെക്രട്ടറി പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. I declare him that he is unanimously elected as the President of the Bharatiya Janata Party Kerala unit. I congratulate him, and under his leadership, BJP, now in last election we have reached nearly about 19% of the votes. കേരളം BJPക്ക് ബാലികേറ മലയല്ലെന്ന് തെളിഞ്ഞെന്ന് സ്ഥാനമൊഴിയുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. 10 വർഷത്തിനിടെ കേരളത്തിൽ അത്ഭുതകരമായ വളർച്ചയാണ് BJPക്കുണ്ടായത്. ദൈനംദിന പ്രവർത്തനത്തിന് കഴിവുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖറെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു നെറേറ്റീവ്, നിങ്ങൾ ഇങ്ങോട്ട് വേണ്ട, വിദ്യന് തെക്ക് ഇപ്പുറത്ത്, വാളയാറിന് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാലുകുത്താൻ കഴിയില്ല, കേരളം BJPക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. 10 വർഷത്തിനിടയിൽ ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും BJPക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലോക്സഭയിലേക്ക് അംഗങ്ങളുണ്ട്. 20% ജനങ്ങളുടെ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ടെക്നോക്രാറ്റ് BJPയുടെ അധികാര കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ ഇരട്ടി മധുരമെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. അതായത് ഇന്ന് അദ്ദേഹം സ്ഥാനാരോഹിതനാവും. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ടൈമിംഗ് വെച്ചുകൊണ്ട് സാധാരണ മുറ പോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന തലത്തിൽ ഭാരവാഹികളുണ്ടാവും. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടത്. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞത് ഇതൊരു നൈരന്തര്യമാണ്. അപ്പോൾ ശ്രീമാൻ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണാറുണ്ട്, ഒരു സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്ന സമയത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരെല്ലാം ആ ചെയറിലിരിക്കും, ഓരോരോ ചെയറുകളിൽ ഇരിക്കാറുണ്ട്. അതിനുശേഷം അപ്പോ എത്തി അപ്പോ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ആ ചെയറിലിരിക്കും. സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. കോർ ഗ്രൂപ്പ് യോഗങ്ങൾ ഉണ്ടാവും, ജില്ലാ തലത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നും, അതെന്താ ആ ചോദ്യത്തിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല. പുതിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തി വെള്ളാപ്പള്ളി നടേശൻ. വ്യവസായി എന്ന നിലയിൽ BJP അധ്യക്ഷ സ്ഥാനത്തും വിജയിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശോഭാ സുരേന്ദ്രനേക്കാളും മികച്ചയാളാണ് രാജീവ് ചന്ദ്രശേഖരെന്നും രാഷ്ട്രീയത്തിൽ അമ്മാനമാടാൻ അദ്ദേഹത്തിന് അറിയാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഒന്നാം തരം നല്ലൊരു കച്ചവടക്കാരനാണ്. ആ കച്ചവടത്തിൽ അങ്ങേര് സക്സസ് ആയ ആളാണ്. വിനയമാണ് പുള്ളിയുടെ മുഖമുദ്ര. ആരോടൊരു കുശുമ്പോ ഉന്നായ്മയോ ഗ്രൂപ്പ് കളിക്കാനോ ഒന്നും താല്പര്യമുള്ള ആളല്ല. എല്ലാ അർത്ഥത്തിൽ പറഞ്ഞാലൊരു മാന്യൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഒരു മാന്യനാണ് അദ്ദേഹം. പിന്നെ ഒരു സക്സസ്ഫുൾ എല്ലാം വിജയിച്ച ഒരു വ്യവസായി എന്ന അദ്ദേഹം ഇതിലും വിജയിക്കുന്നതിൻ്റെ പ്രതീക്ഷ. മുൻ അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ, പ്രഭാരി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ, സഹപ്രഭാരി ശ്രീമതി അപരാജിത സാരംഗി, മുൻ അധ്യക്ഷന്മാർ, പുതുതായി സ്ഥാനമേറ്റെടുത്തിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി മറ്റ്
എല്ലാ നേതാക്കൾക്കും പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു പ്രസംഗത്തിനൊട്ടുമേ മുതിരുന്നില്ല. ആശംസ അർപ്പിക്കുക എന്ന് പറയുന്ന ധാർമ്മികമായ ഒരു പ്രവർത്തനത്തിൽ മാത്രമാണ് ഈ പോഡിയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വഴി ആഗ്രഹിക്കുന്നുള്ളൂ. ആദ്യം തന്നെ പ്രിയ സഹോദരൻ 18 വർഷം ഇന്ത്യയുടെ അപ്പർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യസഭയിൽ, അതിൽ 5 വർഷം 2019 മുതൽ 24 വരെയും കേന്ദ്രമന്ത്രി, ഇത്തരത്തിലൊക്കെ തൻ്റെ മികവ് മാത്രം തെളിയിക്കാൻ സാധിച്ചതിന് മുന്നേയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ഓൺടർപ്രണർ എന്ന നിലയ്ക്കുള്ള ഖ്യാതിയൊക്കെയും ലോകപ്രശസ്തമാണ്. കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഈ തരുണത്തിൽ വളരെ ആദരവോടെ ഓർക്കുന്നത്, ഒരുപക്ഷെ ഈ പദവിയിൽ ഇതിൻ്റെ ആരംഭ കാലത്ത്, സ്ഥാപിതമായ കാലത്ത് ഈ കസേരയ്ക്ക് അന്തസ് ചാർത്തി നൽകിയ ശ്രീ ഒ രാജഗോപാൽജി, അതുപോലെ തന്നെ സ്വർഗീയനായ ശ്രീ മാരാർജി തുടങ്ങി ഇങ്ങോട്ട് ശ്രീ സി കെ പത്മനാഭൻ, കൃഷ്ണദാസ്, കുമ്മനം രാജേട്ടൻ തുടങ്ങിയുള്ള മറ്റ് അധ്യക്ഷന്മാരെല്ലാം തന്നെ ശ്രീ വി മുരളീധരൻ ഈ ഒരു പദവിയിലേക്ക് എത്തുന്ന ഒരു മുഹൂർത്തം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ശ്രീ വി മുരളീധരൻ ഈ പ്രസ്ഥാനത്തെ എത്രമാത്രം കരുത്ത് പകർന്നെടുക്കാൻ അണികളെ മുഴുവൻ സജ്ജമാക്കിയ ഏറ്റവും മികച്ച ഒരു അധ്യക്ഷൻ തന്നെയായിരുന്നു ഇത്തരുണത്തിൽ വിലയിരുത്തലോടെ. അന്ന് ഞാൻ പാർട്ടിയിൽ ഇല്ലാത്തയാൾ. മറ്റു വാർത്തകളിലേക്ക്. സർക്കാർ അവഗണനയ്ക്കെതിരെ ആശാ വർക്കർമാരുടെ കൂട്ട ഉപവാസ സമരം തുടരുകയാണ്. സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിലെത്താൻ സാധിക്കാത്ത ആശാ വർക്കർമാർ വീടുകളിലിരുന്ന് സമരത്തിന്റെ ഭാഗമാകണമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിരുന്നു. ഈ സമരം പരാജയപ്പെട്ടാൽ വരാനിരിക്കുന്ന സ്ത്രീ മുന്നേറ്റങ്ങളെ മുഴുവൻ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ഡോക്ടർ പി ഗീത പറഞ്ഞു. സെക്രട്ടേറിയറ്റ് നടയിലെ അനിശ്ചിതകാല സമരത്തിന്റെ 43ാം ദിനം. അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ 5ാം ദിവസമാണ്. കൂട്ട ഉപവാസ സമരവുമായി ആശാ വർക്കർമാർ പ്രതിഷേധം കടുപ്പിച്ചത്. സ്ത്രീ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് ആശാ വർക്കർമാർ ഉയർത്തുന്നതെന്ന് ഉപവാസ സമരം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പി ഗീത. എത്ര ദിവസം നിരാഹാരം അനുഷ്ഠിക്കേണ്ടി വന്നാലും വിജയം കണ്ടേ പിന്മാറുമെന്ന് സമരസമിതി നേതാവ് എം.എ. ബിന്ദു. നമ്മള് തുടക്കം മുതൽ തന്നെ പറഞ്ഞില്ലേ, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഏത് ഘട്ടത്തിലും ധൈര്യത്തോടെ ചങ്കൂറ്റത്തോടെ തന്നെ നേരിടണം. ഞങ്ങൾ അങ്ങനെയാണ് ഈ നിരാഹാര സമരത്തെയും കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും നാൾ പിടിച്ചു നിൽക്കും. ആശാ വർക്കർമാരുടെ സമരത്തെ ആര് തള്ളിപ്പറഞ്ഞാലും അവർ കരിങ്ങാലികളാണെന്നായിരുന്നു സമരവേദിയിലെത്തിയ UDF കൺവീനർ എം ഹസന്റെ പ്രതികരണം. INTUC ആശമാരുടെ സമരത്തെ എതിർത്താലും UDFും കോൺഗ്രസും ഒപ്പമുണ്ടെന്നും ഹസൻ കൂട്ടിച്ചേർത്തു. INTUC ഈ സമരത്തിന് പിന്തുണച്ചാലും ഇല്ലെങ്കിലും UDFും കോൺഗ്രസും ഈ സമരത്തിന് മുമ്പിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അതൊക്കെ ഈ ഇപ്പോൾ CITUക്കാർ ചെയ്യുന്നത് കരിക്കാലിപ്പണിയല്ലേ? അല്ല, തൊഴിലാളി സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ നടത്തുന്നത് കരിങ്കാലിപ്പണിയാണ്. ഗവൺമെന്റിന് വേണ്ടി CITUകാർ കരിങ്കാലിപ്പണി നടത്തുമ്പോൾ BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉൾപ്പെടെ നിരവധി പേരാണ് ആശമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിലെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയത്ത് വായ്പ അടയ്ക്കാൻ വൈകിയതിന്റെ പേരിൽ രോഗിയായ ഗൃഹനാഥന് നേരെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ ആക്രമണം. പനമ്പാലം സ്വദേശിയായ സുരേഷിനാണ് തലയിൽ അടക്കം മർദ്ദനമേറ്റത്. സംഭവത്തിൽ പണമിടപാട് സ്ഥാപനമായ ബെൽസ്റ്റാലെ ജീവനക്കാരൻ ജാക്സനെ ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേവലം 1 മാസത്തവണ മുടങ്ങിയതിനാണ് ക്രൂരമായ ഗുണ്ടായിസം. ബെൽസ്റ്റാർ കമ്പനിയുടെ കോട്ടയം പള്ളിപ്പുറത്തുകാവിലെ ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് ആക്രമണം നടത്തിയത്. ഹൃദ്രോഗ ശസ്ത്രക്രിയയെ തുടർന്ന് വിശ്രമിക്കുകയായിരുന്ന സുരേഷിനോട് മോശമായി പെരുമാറി. ഇത് തർക്കത്തിന് കാരണമായി. ഇതോടെയാണ് അവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മിതി കൊണ്ട് സുരേഷിന്റെ തലക്കടിച്ചത്.
അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ പറയാൻ നേരത്തെ ചേട്ടൻ പണിക്ക് വന്നേ ആ കാലിപ്പിന് അവൻ ദേഷ്യപ്പെടാൻ തെറിയാൻ പറഞ്ഞു. അത് ഈ അന്നേരം അവിടെ ഞാൻ ആ വെച്ചിരുന്ന ഒരു ആനയുടെ ഒരു 1.5 അടി പൊക്കമുള്ളൊരു ഇരിപ്പുണ്ട് പ്ലാസ്റ്റർ പരസ്യം പൊട്ടിച്ചു. അവൻ അതെടുത്ത് 2.5 കിലോ വെയിറ്റ് ചെയ്തു. അത് വെച്ച് അടിക്കുമായിരുന്നു. സുരേഷിനെ ആക്രമിച്ച പന്നിമറ്റം സ്വദേശി ജാക്സനെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചെവിയിലൂടെ രക്തം വാർന്ന നിലയിൽ സുരേഷിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 36,000 രൂപയാണ് സുരേഷ് ലോൺ എടുത്തത്. മാസം 2,500 രൂപയായിരുന്നു അടവ്. 8 മാസം കൃത്യമായി അടച്ചെങ്കിലും പിന്നീട് രോഗബാധയെ തുടർന്ന് കഴിഞ്ഞ മാസം മുടങ്ങി. ഇതാണ് അക്രമത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 കോട്ടയം. ലഹരി വ്യാപനം തടയാൻ എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തും. പോലീസ് നായ്ക്കളെ ഉപയോഗിച്ച് കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനം. എയർപോർട്ട്, റെയിൽവേ, തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കും. കൊറിയർ, അന്യസംസ്ഥാന ബസ്സുകൾ എന്നിവയിലും പരിശോധനയുണ്ടാകും. ലഹരി വ്യാപനം തടയുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാൻ സെക്രട്ടറി തല സമിതിയും രൂപീകരിച്ചു. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് ഈ തീരുമാനം. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടാൻ ആഭ്യന്തര അന്വേഷണ സമിതി. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാനും ഫോൺ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാനുമാണ് വിദഗ്ധരുടെ സഹായം തേടുന്നത്. അതേസമയം അന്വേഷണം പൂർത്തിയാകും മുൻപേ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടിയിരുന്നില്ലെന്ന അഭിപ്രായം സുപ്രീംകോടതി കൊളീജിയത്തിലെ 2 അംഗങ്ങൾക്ക് ഉണ്ട്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ സുപ്രീംകോടതി നിയോഗിച്ച ആഭ്യന്തര സമിതി അന്വേഷണം തുടരുകയാണ്. മൊഴിയെടുക്കേണ്ടവരുടെ പട്ടിക സമിതി തയ്യാറാക്കി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയിൽ നിന്ന് സമിതി വിശദീകരണം തേടും. തീപിടുത്തമുണ്ടായെന്ന വിവരം അറിഞ്ഞെത്തിയ പോലീസ് കോൺസ്റ്റബിൾമാർ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ആദ്യം പറയുകയും പിന്നീട് മാറ്റിപ്പറയുകയും ചെയ്തത് എന്തിനെന്ന് ഫയർഫോഴ്സ് മേധാവി സമിതി മുൻപാകെ ബോധിപ്പിക്കേണ്ടി വരും. ഡൽഹി പോലീസ് കമ്മീഷണറുടെ മൊഴിയും രേഖപ്പെടുത്തും. പണം കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയത് പോലീസാണ്. ഈ ദൃശ്യങ്ങളുടെ ആധികാരികതയും സമിതിക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടും. 6 മാസത്തെ ഫോൺ കോൾ രേഖകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായവും ഉറപ്പാക്കും. ഈ സാഹചര്യത്തിൽ റിപ്പോർട്ട് വൈകാനാണ് സാധ്യത. അതേസമയം കൊളീജിയവുമായി കൂടിയാലോചിക്കാതെയാണ് ചീഫ് ജസ്റ്റിസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. എന്നാൽ അന്വേഷണം പൂർത്തിയാകും മുൻപേ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന അഭിപ്രായമാണ് കൊളീജിയത്തിലെ 2 അംഗങ്ങൾക്കെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസിറിനെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. താമരശ്ശേരി കോടതിയുടേതാണ് ഉത്തരവ്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. യാസിറുമായുള്ള തെളിവെടുപ്പ് വൈകിട്ടുണ്ടായേക്കും. ആദ്യം കിനാലൂരിലെ പെട്രോൾ പമ്പിൽ എത്തിച്ചായിരിക്കും തെളിവെടുപ്പ്. കത്തി വാങ്ങിയ കൈതപ്പൊയിൽ അങ്ങാടി, കൊലപാതകം നടത്തിയ ഈങ്ങാപ്പുഴയിലെ വീട് എന്നിവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത നിലയിൽ 24-കാരിയായ മേഘയാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായ മേഘ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തത്. പത്തനംതിട്ട കൂടൽ സ്വദേശിയാണ് മേഘ. ഗാസ പൂർണ്ണമായും പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്താൻ ഇസ്രായേലിന്റെ നീക്കം. സഹായ വിതരണം ഉൾപ്പെടെ ഏറ്റെടുക്കും. പദ്ധതി ട്രംപ് ഭരണകൂടവുമായി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സംഘം US-ലേക്ക് പോകും. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരണം 1,00,000 കടന്നു. മധ്യ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാവുകയാണ്. ഇന്നലെ മാത്രം 46 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് 1,00,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം ഗാസയിലെ നസേർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവ് ഇസ്മായിൽ ബെറോമിനെ ഇസ്രായേൽ വധിച്ചു. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിന്റെ വധത്തിന് പിന്നാലെയാണ് ഇസ്മായിലിന്റെ വധം. ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും വെളിപ്പെടുത്തി. നസേർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അതേസമയം ഗാസയെ സമ്പൂർണ്ണമായി പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിനായുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ. ഇതിനായി ഈ ആഴ്ച വാഷിംഗ്ടൺ DC സന്ദർശിക്കുന്ന മന്ത്രി റോൺ ഡെർമർ ഗാസ മുനമ്പിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള പദ്ധതിയെക്കുറിച്ച് മുതിർന്ന US ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തേക്കുമെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മൂന്നാം വട്ട ചർച്ചകൾക്കൊരുങ്ങി സൗദി അറേബ്യ. അമേരിക്കയും റഷ്യയും യുക്രൈനും തമ്മിലുള്ള വെവ്വേറെ ചർച്ചകളാണ് നടക്കുക. കഴിഞ്ഞ ദിവസം റിയാദിൽ നടന്ന ചർച്ച ഫലപ്രദമായിരുന്നുവെന്ന് യുക്രൈനെ പ്രതിനിധീകരിച്ചെത്തിയ പ്രതിരോധ മന്ത്രി റസ്റ്റം ഉമേറോവ് പറഞ്ഞു. ശുഭപ്രതീക്ഷയെന്ന് അമേരിക്കൻ പ്രതിനിധിയും പ്രതികരിച്ചു. എന്നാൽ വെടിനിർത്തൽ ശ്രമങ്ങൾ സങ്കീർണമാണെന്നും ചർച്ചകൾ ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണെന്നും റഷ്യ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാനും വാഗ്ദാനം പാലിക്കാനുമായി ലോകരാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംവിധാനമാകെ അപകടത്തിലാണെന്ന് പ്രതിപക്ഷം. മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി പരിതാപകരമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമസഭയിൽ കുറ്റപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന റൂൾ 50 നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട്. ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികളുള്ള സംസ്ഥാനമായി രോഗങ്ങൾ ഉണ്ടാകുന്നത് ഗ്ലോബൽ കേരളയാണെന്നാണ് മന്ത്രിയുടെ വ്യാഖ്യാനം. പക്ഷേ ഈ പകർച്ചവ്യാധികൾ തടയുന്ന കാര്യത്തിൽ ഗൗരവതരമായ പരാജയം നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇടപെടലുകളില്ല. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഇകഴ്ത്തുമ്പോൾ നിങ്ങൾ മലർന്നു കടന്ന് തുപ്പുകയാണ് എന്ന് ചിന്തിക്കണം. അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. സർ, ഈ പനി ഇങ്ങനെ കുറെ പനി പറഞ്ഞു. വേണമെങ്കിൽ ഒരു പനി കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അത് അധികാരം കണ്ടുള്ള ഒരു പനിയാണ്. അത് നിങ്ങളുടെ അസുഖമാണ്. അതിനുള്ള മരുന്ന് തൽക്കാലം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഇല്ല എന്ന് പറയാം. ബാക്കി എല്ലാ നിലയിലും കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം കുറ്റമറ്റ നിലയിൽ, കാര്യക്ഷമമായ നിലയിൽ, ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഏറ്റവും ഫലപ്രദമായ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സംസ്ഥാനത്ത് വീണ്ടും വേനൽ മഴ ശക്തമാകുന്നു. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. മറ്റ് 10 ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അടുത്ത 5 ദിവസം മഴ പെയ്യുമെന്നുമാണ് മുന്നറിയിപ്പ്. പരമാവധി 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അൾട്രാ വയലറ്റ് രശ്മികളുടെ സാന്നിധ്യം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉയർന്ന തോതിലാണ്. ഇടുക്കി, മൂന്നാർ, കൊല്ലം, കൊട്ടാരക്കര തുടങ്ങിയിടങ്ങളിൽ UV ഇൻഡെക്സ് ഉയർന്നു നിൽക്കുകയാണ്. മുൻകരുതലിന്റെ ഭാഗമായി രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് വെയിലേൽക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. IPLൽ ചെന്നൈ ആരാധകരുടെ പോലും കയ്യടി വാങ്ങിയ ഒരു മലയാളി താരം മുംബൈയിലുണ്ട്. പേര് വിഘ്നേഷ് പുത്തൂർ. 24-കാരനായ ഈ ലെഗ് സ്പിന്നറാണ് ഇപ്പോൾ ഗൂഗിളിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനു വേണ്ടി സ്വപ്നതുല്യമായ അരങ്ങേറ്റം കുറിച്ചതിന്റെ സന്തോഷമാണ് വിഘ്നേഷ് പുത്തൂരിന്റെ കുടുംബത്തിനും പങ്കുവയ്ക്കാനുള്ളത്. വലിയ സന്തോഷമായിരുന്നു അല്ലേ? എന്താണ് ആദ്യം മകനെ ഈ ഒരു സ്ക്രീനിൽ കളിക്കുന്നത് കാണുമ്പോൾ തോന്നിയത്? അത് ഇന്നലെ ഇറങ്ങുന്ന പ്രതീക്ഷ ഉണ്ടായില്ല. പെട്ടെന്ന് ഇറങ്ങി നന്നായി പെർഫോം ചെയ്തു. 3 വിക്കറ്റ് എടുത്തു. വലിയ സന്തോഷമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നതാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. മത്സരത്തിന് മുമ്പ് വിളിച്ചിരുന്നോ? പോകുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കളി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വിളിച്ചു. 12 മണിയായപ്പോൾ വിളിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. മോന് ഇന്നലെ മാച്ചിൽ ഇറങ്ങാൻ കഴിഞ്ഞ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. 3 വിക്കറ്റ് എടുത്തു. അപ്പോൾ ഇരട്ടി സന്തോഷമായി. മുഴുവൻ ഇരുന്ന് കണ്ടു. എന്താ പറഞ്ഞത് കളിക്ക് ശേഷം വിളിച്ചപ്പോൾ? അവനും അതെ നല്ല സന്തോഷത്തിലാണ്. പിന്നെ അച്ഛൻ്റെ അമ്മേൻ്റെയും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും ഇവിടെ വരെ എത്തി. ഇന്നലെ കളിക്കിറങ്ങുന്നത് കരുതിയിരുന്നു? ഇന്നലെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കളിക്കിറങ്ങുന്നുള്ളത്. എന്താണ്, കോച്ചാണ്, അദ്ദേഹത്തിനാണ് അറിയാം മകൻ്റെ കളിയെക്കുറിച്ചൊക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നലത്തെ കളിയെ വിലയിരുത്തുന്നത്? വളരെ സന്തോഷം. കാരണം അഭിമാനത്തിൻ്റെ നിമിഷം. അത്രയും ഫസ്റ്റ് ബോൾ മുതൽ വെരി ഗുഡ് ബോൾ. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്, IPL ആണ് കളിക്കുന്നത്. മുംബൈ ടീമിന്, അത്രയും വലിയ ടീമിന് വേണ്ടി കളിക്കണു. എഗെയിൻസ്റ്റ് കളി എല്ലാം വലിയ ടീം തന്നെയാണ്. ഇന്നലെ ഇത്രയും വലിയൊരു ക്രൗഡിന് മുമ്പിൽ ധോണിയെ പോലെ വലിയൊരു മനുഷ്യൻ, ഏറ്റവും വലിയ കളിക്കാരൻ, അത് വിഘ്നേഷിനെ അഭിനന്ദിക്കുകയാണപ്പോൾ കോച്ചിന് എന്താണ് തോന്നിയത്? അല്ല, ധോണിയെ ഒരു കൈ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവൽ അത്രയും കൂടും. കാരണം അങ്ങനെ ഒരു ലെജൻഡ്
നമ്മളെടുത്ത് വന്നൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യല്ലേ. ഒരു പ്ലെയറും ആഗ്രഹിക്കുന്ന ഒരു തുടക്കം തന്നെയാണ് ഇന്നലെ വിഘ്നേഷിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കളി ഇനിയും ഒരുപാട് കോച്ച് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. അതാണ് കുടുംബത്തിന് പറയാനുള്ളത്. ഏറെ പ്രതീക്ഷകളുണ്ട്, ഏറെ പ്രാർത്ഥനകളുണ്ട്. അതെല്ലാം തന്നെ തുടരാൻ, നിലനിർത്താൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്കും ആശംസിക്കാം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18. IPL ഇന്നത്തെ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. ACA ഇന്റർനാഷണൽ സ്റ്റേഡിയം വിശാഖപട്ടണത്ത് രാത്രി 7:30 മത്സരം. ഡൽഹി ക്യാപിറ്റൽസിനെ അക്സർ പട്ടേൽ നയിക്കും. ഋഷഭ് പന്ത് ലക്നൗ സൂപ്പർ ജയൻസിന്റെ ക്യാപ്റ്റൻ. ഇരു ടീമുകളുടെയും സീസണിലെ ആദ്യ മത്സരമാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8215, പവന് 65,720. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6785, പവന് 54,280. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.